ഈ മനുഷ്യരുടെ അടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ സന്തോഷമുണ്ടോ? അനുമോൾക്ക് കപ്പ് കിട്ടിയതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും അനീഷേട്ടന് അങ്ങോട്ട് പറയാനില്ല. പ്രിയപ്പെട്ട ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളെ, ആ മനുഷ്യന്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ ജന്മനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അനീഷേട്ടനൊക്കെ ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ കിട്ടിയ എൻ്റെ പൊന്നെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര സ്വാഗതമായിരുന്നു. അതുപോലെ തന്നെ നെവിനൊക്കെ ഗംഭീര വരവേൽപ്പായിരുന്നു കേട്ടോ. അനുമോളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അനുമോക്കും നല്ല ഒന്നാന്തരം വരവേൽപ്പ് തന്നെയാണ് അങ്ങ് തിരുവനന്തപുരത്ത് കിട്ടിയത്. അനുമോള് ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയ ചാനൽ, ഒന്നല്ല ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ മീഡിയ ചാനലും ക്യാമറയും പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ, എന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കണമല്ലോ. കൂടാതെ നമ്മുടെ ബിൻസിമോള് ഇന്നലെ പറഞ്ഞൊരു ഡയലോഗുണ്ടേ, അത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങളത് കേട്ടിരിക്കണം. പിന്നെ ലക്ഷ്മി ചേച്ചി ഇപ്പൊ അങ്ങ് മാലാഖയാണ്. അനുമോളുടെ കൺകണ്ട ദൈവമാണോ ലക്ഷ്മി ചേച്ചി? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ലക്ഷ്മി ചേച്ചിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. നിങ്ങളതൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കണം പ്രിയപ്പെട്ടവരെ, അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അനുമോളുടെ വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. പിന്നെ അനീഷേട്ടൻ, എൻ്റെ പൊന്നേ, ഞാൻ ഈ അനീഷേട്ടനെ പറ്റിയുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഈ മനുഷ്യനെ, തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പുള്ളിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കുറേ ആളുകൾ അങ്ങനെയാണ് പുള്ളിയെ ഇഷ്ടപ്പെട്ടത്. തുടക്കത്തിലൊന്നും ഇഷ്ടപ്പെടാതെ കുറേ കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അപ്പോൾ ഈ പുള്ളി, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇയാൾ ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെയാണോ, അതോ ഇയാളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി, ഒരു പ്ലാൻ ആണോ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ മനുഷ്യൻ എയർപോർട്ടിൽ വന്നിട്ട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, പുള്ളിക്ക് ഈ മീഡിയയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കൂടാതെ പുള്ളി ഇച്ചിരി ഇൻട്രോവേർട്ടാണോ? ശരിക്കും പുള്ളി കുറച്ച് ഇൻട്രോവേർട്ടാണ്. പുള്ളിയോട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളി എപ്പോഴെങ്കിലുമൊക്കെ പറയും, ഉത്തരം പറയാതിരിക്കത്തില്ല. പക്ഷെ കുറേ തവണ പുള്ളിയോട് ചോദിക്കണം, അപ്പോൾ പുള്ളി ഒരു ഉത്തരം പറയും. ആ ഒരു പരിപാടി പുള്ളിയുടെ ഭാഗത്തു നിന്ന് തന്നെ നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. പിന്നെ വേറൊരു കാര്യം, പുള്ളി ഒരു ഹീറോ തന്നെ കേട്ടോ. ഹീറോ അല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സീസണിൽ 2 മുത്തുമണികളുണ്ട്. ഒന്ന് അനുമോള്, പിന്നൊന്ന് അനീഷേട്ടൻ. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. വേറൊരാളും കൂടെ ഉണ്ട്, അയാളെ നമുക്കൊരു മുത്തുമണിയായിട്ട് കണ്ടേ പറ്റുള്ളൂ, നെവിൻ. ആഘോഷമായിരുന്നു ഇന്നലെ ആളുകൾ നെവിനെ വെച്ചോണ്ട് എറണാകുളത്ത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. കണ്ടോ, ഇപ്പൊ നമ്മൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ അറ്റാക്ക്, ഇപ്പൊ സിയാസ്കരീം എക്സാമ്പിൾ ആയിരുന്നു. ഇയാള് ആഴ്ച വന്നിട്ട് സൈബർ അറ്റാക്ക് എടുക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അനുമോളിനൊക്കെ. 25 പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട്. ഇവരൊരു പോസ്റ്റ് ഇട്ടാലും ഇവരെ PR എന്ന് വിളിക്കും. അതെ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ്, മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതാണ് ഞാൻ എപ്പോഴും. ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട്. അനുമോളെ സുന്ദരിക്കുട്ടി, ഞാനും കുറെ കേട്ടിട്ടുണ്ട് അനുമോളുടെ PR ആണെന്ന് പറഞ്ഞ് കുറേ ചേട്ടന്മാരുടെ വായിരിക്കുന്ന, കുറേ ചേച്ചിമാരുടെ വായിരിക്കുന്ന തെറി. എന്നാൽ ഞാൻ അപ്പുറം അനീഷിനെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടും ചിലവർ വന്നിട്ട് എന്നെ പറയും, നീ അനുമോളുടെ PR അല്ലേടാ. പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിയിട്ട് പോട്ടെ എന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. നമുക്കൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് അനുമോളെ, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരു സംശയം, അനുമോൾ 2 ദിവസം മുമ്പ് നമ്മൾ ലൈവിലോ എപ്പിസോഡിലോ എങ്ങാണ്ട് കണ്ടായിരുന്നു മറ്റേ അനുമോളിരുന്ന് കരയുന്നത്. അതായത് അയ്യോ പുറത്തിറങ്ങി കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ എന്ത് പറയുവേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നല്ലോ അനുമോളെ. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പം അനുമോള് പറയുന്നതൊക്കെ എന്തിനാ നോക്കുന്നതെന്ന്. ഓക്കെ, അനുമോള് പറയുന്നതാണ് ശരി എന്തൊക്കെ പറഞ്ഞാലും. അതായത് കൂടുതലൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇമോഷണലി ഒരു സാധനമൊക്കെ അടിക്കും. അയ്യോ നാട്ടുകാർ തെണ്ടികൾ എന്ത് പറയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ, എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നും. അത് സ്വാഭാവികം. ചില ആളുകൾക്ക് ഇപ്പൊ സംശയം വരിക അനുമോള് കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാനിതങ്ങ് ക്ലിയർ ചെയ്തത്. നമുക്ക് ബാക്കി കാണാം. കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അതിപ്പം 24 മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ, അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേൽ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത്.
അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും PR-ന് ഞാൻ 15 ലക്ഷം 16 ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പോകുന്നതിന് മുന്നേ വരെ ഈ മനുഷ്യന്റെ അടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അനുമോൾ സത്യം പറഞ്ഞ ആ കപ്പിന് ഡിസേർവിംഗ് ആണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പാട് ആ കൊച്ച് അതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാ ഒരുപാട് കഷ്ടതകൾ. അതിൻ്റെ പുറകെ നടന്ന് ചൊറിയായിരുന്നു പല ആളുകളുടെയും സ്ഥിരം ഒരു പരിപാടി, ഒരു കലാപരിപാടി അല്ലേ. അതൊക്കെ കാണുമ്പോൾ എന്താണെങ്കിലും ആ കൊച്ചിന് വോട്ട് കിട്ടുവടേ. പ്രത്യേകിച്ച് ഈ അവസാന വീക്ക് ആ മറ്റേ ചൈത്യയും ആ പിഞ്ചിയൊക്കെ കയറി ചെന്നിട്ട് എന്താ കാണിച്ചത്? അവളുമാരാണ് സത്യം പറഞ്ഞ അനുമോളുടെ ഒരു 40% PR ആയിട്ട് വർക്ക് ചെയ്തതെന്ന് തന്നെ ഞാൻ പറയും. 40 അല്ല, ഒരു 60% അവളുമാർ തന്നെയാണ്. ഒരു കാര്യമില്ലാതെ ചെന്നാൽ കൊച്ചിൻ്റെ പുറകെ നടന്ന് ചൊറിഞ്ഞ് അതിന് വോട്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാണുന്ന ആളുകൾ അവർക്ക് സങ്കടം തോന്നും. ഈ പെമ്പിള്ളാർ ഇതിൻ്റെ പുറകെ നടന്ന് ചൊറിയുവാണല്ലോ, എന്നാൽ ഇരിക്കട്ടെ നമുക്കൊരു വോട്ടെന്നും പറഞ്ഞ് കുത്തും ചേച്ചിമാരെ. ശൈത്യോടും ബിൻസി കൊച്ചിനോടുവാ, മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ പേര് മോന്തയും വീർപ്പിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ശൈത്യ കൊച്ചി എയർപോർട്ടില തിരുവനന്തപുരം എയർപോർട്ടില വല്ലതും വന്ന് ഇറങ്ങുന്ന കണ്ട ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. എവിടെ പോയി? ഭൂമി കുഴിച്ച് താഴത്തേക്ക് വല്ലതും പോയാ ശൈത്യമോള്? അതോ ഇനിയും ചെന്നൈയിൽ നിന്ന് വല്ല റോക്കറ്റും പിടിച്ച് മേപ്പോട്ടും പോയാ? അല്ല, അറിയാൻ പാടില്ല. വീട്ടിൽ വന്ന് കയറിയാ ശൈത്യമോള്? ഒരു വിവരമില്ല ശൈത്യമോളുടെ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കാറ് വിളിച്ചു വല്ലതും വന്ന് കാണും നാട്ടിലോട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ട്രെയിനിലായിരിക്കും. എയർപോർട്ടിൽ നിന്ന് മറ്റേ കിട്ടുമെന്ന് അറിയാം നല്ല അണ്ണാക്കില്. അല്ല, ഒരു വിവരവും ഇല്ല. മറ്റേ ബിന്നി, ഡോക്ടർ ബിന്നി എവിടെ? ഇവരൊക്കെ എവിടെ? ഇവരൊന്നും കണ്ടില്ലല്ലോ. മറ്റേ മുൻഷിയും അപ്പാനിയും പിന്നെ നമ്മുടെ ഒണിയിലും അവരൊക്കെ വന്ന് ഇറങ്ങുന്ന കാണുന്നുണ്ട്, അഭിഷേകും സാബുമാനും. പക്ഷെ ഇവരെയൊന്നും കാണുന്നില്ലല്ലോ. ഇവരൊക്കെ എവിടെയോ എങ്ങോട്ടോ പോയി. ശൈത്യമോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഓൺലൈൻ മീഡിയയിലൊന്നും വന്ന് മറ്റേ കഥ പറയാൻ നിൽക്കരുത് കേട്ടോ. നാട്ടുകാരുടെ ഇത് നല്ല കനത്തിൽ കിട്ടും. പിന്നെ നാട്ടുകാരുടെ പേര് കൊണ്ടൊന്നും മറ്റേ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കയ്യിരിപ്പ് നേരെയാവണം, അല്ലെങ്കിൽ നാട്ടുകാർ പറയും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾ ലൈവിൽ കൂടെ കണ്ടതാ ചേച്ചി. അല്ലെങ്കിൽ പോട്ടെ എന്ന് പറയാം, നാട്ടുകാരുടെ കണ്ണിക്കടിയാണെന്ന് പറയാം. ഇത് നിങ്ങൾ കാണിക്കുന്ന ജനങ്ങൾ കണ്ടതാ, പിടികിട്ടിയാ, വിത്ത് പ്രൂഫ് 24/7 കുത്തിത്തിരിപ്പ് കണ്ടതാ. വെറുതെ കയറി ചെന്ന് അതിനെ കുത്തി നിങ്ങൾ തന്നെയാണ് കേട്ടോ അതിന് കൂടുതൽ വോട്ട് മേടിച്ചു കൊടുത്തത്. അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. പിന്നെ അനുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പാവപ്പെട്ട കൊച്ച്, കാശ് ദാരിദ്ര്യമൊന്നുമില്ല, അങ്ങനെ പറയല്ലേ എൻ്റെ പൊന്ന അനുമോളെ. പിന്നെ PR-ന്റെ കേസ് നമ്മളും ഒക്കെ കുറെ കേട്ടിട്ടുണ്ട് അനുമോളെ. നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴും പറയും കുറെ എണ്ണം വന്നിട്ട്, എടാ PR മോനെ, ഓടാ മോനെ എന്തേ ഞാൻ പറയത്തുള്ളൂ. അത് വേറെ കാര്യം, നമുക്ക് ബാക്കി കാണാം. അങ്ങനെയാണ്. അപ്പൊ ഞാൻ കഴിയില്ല, അപ്പം എന്റെ സ്വന്തം ബ്രദറാണ്. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ്. ഈ അനുമോളുടെ ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അപ്പൊ ഭാഗമായിരുന്നു. ഞാൻ അത് വേണ്ട, കാരണം ഞാൻ കളഞ്ഞു അതൊക്കെ. അത് ഞാൻ കളഞ്ഞു. കാരണം ഞാനോ എനിക്ക് അതും അറിയില്ല. അതും എല്ലാരും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നവരല്ലേ? അല്ലേ? നിങ്ങളൊക്കെ എപ്പിസോഡ് കാണുന്നവരാണോ? അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആണോ? അപ്പൊ ഗെയിമായിട്ട് തോന്നുന്നവരുണ്ടാവും, ചിലപ്പോ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നതെന്ന് തോന്നും. എനിക്ക് അതാണ് പറയുന്നത്. പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ആദ്യം അനുമോക്കൊരു കയ്യടി, അത് വേറൊന്നിനുമല്ല, വീണ്ടും അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് മറ്റേ പുറകിൽ നിന്ന് കുത്തിയ ജനങ്ങൾ കണ്ട ടീമുകളുണ്ടല്ലോ, അനുമോളുടെ പുറകിൽ കുത്തിയ, അവരെ ഒന്നും സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തില്ലല്ലോ. അതൊക്കെ ഗെയിമായിട്ടാണ് കണ്ടേക്കുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ ഗെയിമാണ് എന്ന് പറയാൻ കാണിച്ചൊരു മനസ്സ്, അതിനൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. കേട്ടല്ലോ? ചൈത്യമോളെ, എവിടെങ്കിലും ഉണ്ടോ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ദേ അനുമോള് നിന്റെ നെഞ്ചത്തോട്ട് പണിയൊന്നും എടുത്ത് വെച്ച് തന്നിട്ടില്ലേ? അനുമോള് നൈസായിട്ടൊന്ന് ഊരിയിട്ടുണ്ട്. പിന്നെ നീ കേൾക്കാൻ പോകുന്ന തെറി അത് നിന്റെ കയ്യിരിപ്പിൻ്റെയാണ്, അത് അനുമോള് കാരണം കിട്ടുന്നതല്ല. അത് നീ ഒന്ന് മനസ്സിലാക്കണേ എൻ്റെ പ്രിയപ്പെട്ട ശൈത്യക്കുട്ടി. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. നീ മാത്രം, അല്ലെങ്കിൽ എല്ലാം നിന്റെ സൈഡിലാണ് ശരി, കാണുന്ന നാട്ടുകാരെല്ലാവരും മണ്ടന്മാർ, ആ സാധനം പറഞ്ഞിട്ട് വരല്ലേ. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. അനീഷിൻ്റെ കേസിൽ അനുമോള് പറഞ്ഞത്, അനുമോളെ എന്നോട് ക്ഷമിക്കുക,
ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു പരിധി കൂടുതൽ യോജിക്കാൻ പറ്റുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അനീഷിൻ്റെ ഗെയിമാണെന്നാണ് ഞാനും വിചാരിച്ചത് ഈ ലവ് പരിപാടി. പക്ഷെ അനുമോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അനുമോള് തമാശക്കാണ്, അനുമോൾ സീരിയസ് ആയിട്ട് ചെയ്തതല്ല. അത് വേറൊരു കാര്യം. അനുമോൾ തമാശയ്ക്ക് കയ്യും കലാശവും ഒക്കെ കാണിച്ചൊരു ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയത് അനുമോള്, തമാശ. മനസ്സിലായില്ലേ? അതിനകത്ത് അനുമോളെ കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അനുമോൾ മനസ്സിലാക്കി പറയണം, അതൊരു ഗെയിമായിട്ട് പുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തത് അനുമോളാണ്. പ്രിയപ്പെട്ട അനുമോളെ, മോൾ അത് കാണിച്ചുകൊണ്ടാണ് അയാൾ അതിനകത്തൊന്ന് ഗെയിം ഉണ്ടാക്കാൻ നോക്കിയത്. പിടികിട്ടിയില്ല. അത് ഗെയിം ആണെങ്കിലും ശരിക്കും പുള്ളിക്ക് തോന്നിയതാണെങ്കിലും പുള്ളിയുടെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ശരിക്കും പ്രേമം മൂത്തതാണ്. മനസ്സിലായോ? അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ലോലരാണ് പുള്ളി. ഈ തമാശയ്ക്ക് അനുമോൾ കാണിച്ചത് പുള്ളി അതെടുത്തൊക്കെ സീരിയസ് ആയിട്ട് തലയെ കയറ്റി. ഇവിടെ ഇവരെ രണ്ടുപേരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അനുമോള് കാണിച്ച ആക്ടുകൾ അത് കാണുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവും അനുമോൾ അത് അഭിനയിച്ചതാ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്, തമാശ രീതിയിൽ. മനസ്സിലായില്ലേ? ഒരിക്കലും അനുമോൾ അത് സീരിയസ് ആയിട്ട് ചെയ്തതല്ല. അത് വൃത്തിക്ക് ആ ലൈവൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? അനീഷേട്ടൻ അതിനെ വേറെ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ ജീവിത മറ്റേ പരിപാടി അത് അങ്ങനെയായി പോയി. മനസ്സിലായില്ലേ? പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അനുമോൾ ഈ ഒരു കേസിൽ പുള്ളിയുടെ അതൊരു ഗെയിമായിട്ട് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഗെയിം അങ്ങനെ പറയല്ലേ പ്രിയപ്പെട്ട അനുമോളെ. മനസ്സിലായില്ലേ? അതിനൊരു ഗെയിമായിട്ട് തട്ടിക്കളയല്ലേ. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്ക് അനുമോൾ നല്ല രീതിയിൽ ഒരു വില കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ വിലയൊന്ന് കീപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നാളെ കുറേ എണ്ണം പുള്ളിയുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാത്രം ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റൊന്നും ഇല്ലടേ. അനുമോൾ എന്ത് ചെയ്ത് കുറേ പേര് അതിൻ്റെ പേരിൽ അനുമോളെ കുറ്റം പറയുന്നതുണ്ട്. എനിക്കതിനകത്ത് തെറ്റൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ആ ഒരു വിഷയത്തിൽ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കുറ്റം പറഞ്ഞില്ല. കാരണം കുറ്റം പറയാനില്ല. അനുമോളുടെ ആക്ടുകൾ കണ്ട ആർക്കാണെങ്കിലും മനസ്സിലാവും അനുമോൾ അത് തമാശയ്ക്ക് ചെയ്തതാണ്. പിന്നെ അത് മറ്റൊരാളെയും കൂടെ നോക്കണമായിരുന്നു. അപ്പോഴേ നിൽക്കുന്ന ഈ ലോലനായിരുന്നെന്ന് അനുമോളൊന്ന് മനസ്സിലാക്കണമായിരുന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് വേറൊരാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. നമ്മുടെ ലക്ഷ്മി ചേച്ചി നല്ല കനത്ത അടി തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ ശൈത്യമോൾക്കും പിൻഷിമോൾക്കും ഒക്കെ. കനത്തടി പറയാതെ പറഞ്ഞു ഒരു കാര്യം കേൾക്കണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടു കാണത്തില്ല. ഇതൊന്ന് കണ്ടോ. ശൈത്യയുടെയും വിൻസിയുടെ ഒക്കെ ഒരു അഗേൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അനുമോൾക്ക് ഭയങ്കരമായിട്ട് വോട്ടിംഗ് കൂടിയ പോലെ തോന്നുന്നു. അതിനകത്തിപ്പോ അവര് വീടിനുള്ളിലിരിക്കുന്ന ആള് പുറത്ത് ഒരു കാര്യവും അറിയാതെയാണ് അതിനകത്ത് ജീവിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ അവരൊക്കെ ഒന്ന് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല. അവരെന്ത് പറയാനാണ് അതിനെ കുറിച്ച്? അതുകൊണ്ട് അവരെന്താ ചെയ്തെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. എന്തിനാ അങ്ങനെ ചെയ്തത്? അയ്യോ, അവരങ്ങനെ സ്വയം അവർക്ക് തെറ്റുപറ്റിയെന്ന് പറയുമോ ലക്ഷ്മി ചേച്ചി? ബുദ്ധിമതികളല്ലേ. ഒന്ന് അഡ്വക്കേറ്റ്, ബുദ്ധിമതിയായ അഡ്വക്കേറ്റ്. മറ്റേത് ലോകമെമ്പാടും തൻ്റെ വോയിസ് കൊണ്ട് ജനങ്ങളെ കോരി തരിപ്പിക്കുന്ന ആർജ ബിൻസി. സമ്മതിക്കോ തെറ്റ് പറ്റിയെങ്കിൽ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക മണ്ടത്തരം. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. നമ്മുടെ കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കുന്നതിന് മുന്നേ അഖിൽമാരാറിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെയും കണ്ടു. അപ്പോൾ അതിനകത്ത് മാരാർ പറയുന്നൊരു കാര്യമുണ്ട്. നന്ദിയാണ് പറയുന്നത്. ചില പേരൊന്നും പറയുന്നില്ല. തിരിച്ച് റീ എൻട്രി നടത്തിയ ചില ആളുകൾക്ക് നന്ദി. അനുമോൾക്ക് വോട്ട് കൂടുതൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിന് ചോദിക്കുന്നുണ്ട്. ബോധമില്ല ഇതിനൊന്നും. ഞാനും എന്നാ ചോദിക്കുന്നു, ഒരു ബോധമില്ല ഇതിനൊന്നും. തിരിച്ചു കയറി അങ്ങോട്ട് എന്നിട്ട് അവിടെ കിടന്ന് നിന്റെ പിയാറെന്നെ പുറത്തിട്ടങ്ങ് തേജോവധം ചെയ്ത് നീ ക്യാമറ കണ്ണിൽ നോക്കി പറയണം എന്നെ വെറുതെ വിടാൻ, ഇല്ലെങ്കിൽ തെറ്റെന്റെ ഭാഗത്തില്ലാന്ന് പറയണം. എന്ത് കാര്യത്തിനിടെ എന്തിനാ പരിപാടികളൊക്കെ കയറി കാണിച്ച് എനിക്ക് അറിയാൻ പാടില്ല ഇപ്പോഴും. അനുമോളെ പുറത്ത് ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അനുമോൾ എന്ത് ചെയ്യാനാ? അനുമോളാണോ എഴുതി വിടുന്ന കമന്റുകളല്ല. വിളിച്ചു പറഞ്ഞോ അനുമോളുടെ PR-നെ, എടാ മോനെ നമ്മുടെ സൈത്യയെ അങ്ങോട്ട് തീർത്തേക്ക് എന്ന് വിളിച്ചു പറഞ്ഞോ? ഇല്ല. അതിൻ്റെ പാപവും കൂടെ അനുമോളുടെ നെഞ്ചത്ത് കൊണ്ടിട്ടിട്ടുണ്ടാക്കാൻ നോക്കിയതാണ് നമ്മുടെ സുന്ദരിക്കുട്ടി. പക്ഷെ സുന്ദരിക്കുട്ടിക്ക് നല്ല അണ്ണാക്കിലേക്ക് കിട്ടി. എല്ലാം പോട്ടെ, ആ ഒരു വിഷയമേ നമുക്ക് വിട്ടുകളയാം. പക്ഷേ ഫിനാലെ വേദിയിൽ ഇറന്ന് സുന്ദരിക്കുട്ടിയുടെ മോന്തായം പോയൊരു പോക്കുണ്ടേ, എല്ലാവരും കണ്ടില്ലായിരുന്നോ? അതിൽ തീർന്നു. കുറേ തമ്മനയിൽ കണ്ട് കുട്ടിയുടെ തല മറ്റേ ഇങ്ങനെ റൗണ്ടിലിട്ടിട്ട് എന്ത് മോന്തയാണ് ഇതെന്ന് ചോദിക്കുന്ന കുറേ എണ്ണം. മാന്യമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനെയാണോ? കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കപ്പ് കൊണ്ടുപോയെന്നും പറഞ്ഞ് ഇങ്ങനെയാണോ മുഖം വെക്കണ്ടേ? എണീക്കാൻ തന്നെ ചേച്ചിക്ക് വയ്യ. എന്തിനാ? അതൊക്കെ അസൂയ കുശുപ്പിന്റെ അങ്ങ് അറ്റമല്ലേ? അങ്ങനൊന്നും പാടില്ല എൻ്റെ സൈത്യമോളെ. അതൊക്കെ കുറച്ച് ഓവറല്ലേ? അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി നാളെ ഏതെങ്കിലും ഒരു ഇപ്പോൾ 1-2 റിയാലിറ്റി ഷോ അല്ലേ, അടുത്ത റിയാലിറ്റി ഷോയ്ക്ക് പോകണം. അവിടെ ചെന്നിട്ടും ഇതുപോലൊന്നും കാണിക്കണ്ട എൻ്റെ മോളെ.
വളരെ വളരെ മോശമാണ്. ഇനി അടുത്ത മെയിൻ ഒരു ഐറ്റം വരുന്നുണ്ട്, ഇത് കൂടെ കേട്ടോ. തുടക്കം തൊട്ടേ അനുവിന് PR ഉണ്ട്. അപ്പൊ അനു അത് നമ്മള് 2 ആഴ്ച കൊണ്ടൊന്നും വോട്ടൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ അനീഷ് ജയിക്കത്തില്ലേ? അനീഷ് ബെസ്റ്റ് ഗെയിമർ അല്ലായിരുന്നോ? ഞങ്ങളെല്ലാരും ആഗ്രഹിച്ചതും. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. PR ഉണ്ടെങ്കിലും അനുവിന്റെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കണം മേ ബി ആള് സെക്കൻഡ് ആയത്. 16 ലക്ഷം അനു ഞങ്ങളുടെ പറഞ്ഞ എമൗണ്ട് 16,000. പക്ഷെ എന്തായാലും ഇപ്പൊ സന്തോഷമുണ്ട് കേട്ടോ. ആര് കപ്പടിച്ചാലും പരിപാടി കഴിഞ്ഞു, എല്ലാരും ഇന്നലെ അനുവിന്റെ അടുത്ത് ഇന്നലെ ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് ഡാൻസ് കളിച്ച് സന്തോഷമായിട്ടാണ് വരുന്നത് എല്ലാവരുമായിട്ടും. സന്തോഷമായിട്ട് പുറത്ത് ഇറങ്ങിയിട്ട് പുറകീന്ന് നല്ല കുത്തണം, അപ്പൊ കുറച്ചുകൂടെ സന്തോഷം കിട്ടുമല്ലോ. അല്ല ബിൻസിമാമി, ബിൻസിമാമി എന്തൊക്കെ വിവരക്കേടാ പറയുന്നത്? 2 ആഴ്ച കൊണ്ട് വോട്ട് എങ്ങനെയാ മറിയുന്നതെന്നോ? 2 ആഴ്ച കൊണ്ട് വോട്ടൊക്കെ എങ്ങനെയാ ചേഞ്ച് ആവുന്നതെന്നൊക്കെ. ബിൻസിമാമി, ഒരാഴ്ചത്തെ വോട്ട് എടുത്തിട്ടാണ് മക്കളെ നിങ്ങൾ എവിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പോകുന്നത്. അത് വല്ലതും അറിയാവോ ബിൻസിമാമിക്ക്? എന്ത് വിവരക്കേടാ ബിൻസിമാമി വിളിച്ചു പറയുന്നത്? 2 ആഴ്ച കൊണ്ട് എങ്ങനെയാ വോട്ട് മാറുന്നതെന്നൊക്കെ. പൊന്നു കൂട്ടുകാരി, ക്ഷമിക്ക് കേട്ടോ. പിന്നെ PR-ന്റെ കഥയൊക്കെ നിർത്ത്. കയ്യിൽ കാശ് വേണ്ട, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. കാശൊന്നും വേണ്ട. ഒരു 10-30,000 രൂപ ഏതെങ്കിലും ഒരു PR ടീമിന് കൊടുത്തിട്ട് പോകാമായിരുന്നല്ലോ അകത്തോട്ട്. ബാക്കി എന്നിട്ട് കുറച്ച് നാൾ നിന്ന് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ തരാമെന്നും പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. അതൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് പിന്നെ PR കൊടുത്തവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബിൻസിമാമി. പിന്നെ നിങ്ങളുടെ കയ്യിരിപ്പ് കുറച്ച് നന്നാക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്കും അറ്റാക്കൊന്നും കിട്ടത്തില്ല, ഈ സൈബർ അറ്റാക്ക് ഒന്നും. ഇതുപോലുള്ള വികടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക്, അതിനെ സൈബർ അറ്റാക്ക് എന്നേ വിളിക്കരുത്. നാട്ടുകാർ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ വേണം പറയാൻ, മനസ്സിലായോ? നാട്ടുകാർ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, അതിനെ ഒരിക്കലും സൈബർ അറ്റാക്കാക്കി മാറ്റല്ലേ ബിൻസിമാമി? എന്തിനെങ്ങനെ അതിനെയൊക്കെ ബിൻസിമാമി ഇങ്ങനെ സൈബർ അറ്റാക്കാക്കി മാറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല സൂപ്പർ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. 2 ആഴ്ച കൊണ്ട് വോട്ടൊന്നും മറിഞ്ഞു മാറത്തില്ലെന്ന്. ഇങ്ങനെയും കുറെ എണ്ണം അതിനകത്ത് പോയിട്ട് ഇറങ്ങി വന്നിട്ടും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും അറിയാൻ പാടില്ല. ഓരോത്തിനൊക്കെ വോട്ടിങ്ങിന്റെ കാര്യം പോലും അറിയാൻ പാടില്ല. 2 ആഴ്ച കൊണ്ട് പുറത്തു പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യം. പുറത്ത് വന്നിട്ടെങ്കിലും ഒന്ന് കാണണ്ടായിരുന്നു എപ്പിസോഡൊക്കെ. അറ്റ്ലീസ്റ്റ് എവിക്ഷൻ ഓരോ ആഴ്ചയും കൂടുമ്പോഴാണ് ഈ വോട്ടൊക്കെ കൗണ്ട് ചെയ്യുന്നത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണ്ടേ മോളെ? അയ്യോ, മാമൻ ഇനി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇനി വേറെ ഒരൊറ്റ ക്ലിപ്പ് ജസ്റ്റ് പെട്ടെന്ന് ഞാൻ അങ്ങ് തീർക്കാം. നമ്മുടെ അനീഷേട്ടൻ അതും കൂടി ഒന്ന് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ മോശമായി പോകും. നിർത്തിയിട്ട് പോകല്ലേ വീഡിയോ, ഇതും കൂടെ അറിയണം നിങ്ങൾ. ഒരാളോട് മാത്രം സ്നേഹം തോന്നിയിട്ട് ബാക്കിയുള്ളവരോടും വെറുപ്പ് കാണിക്കരുത്. അത് വളരെ മോശമല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊന്ന് കണ്ടേ. ആഘോഷമായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. കണ്ടോ? മതി, കൂടുതലൊന്നും വേണ്ട, വെറുപ്പിക്കുന്നില്ല ഞാൻ. പിന്നെ ഞാൻ തുടക്കത്തിൽ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചില്ല, അതൊന്നും അല്ല. കുറേ അനീഷേട്ടൻ്റെ ക്ലിപ്പുകൾ വരുന്നുണ്ട്. കുറേ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടു അനീഷേട്ടൻ്റെ അടുത്ത് ആൾക്കാർ പോയി സംസാരിക്കുമ്പോൾ, ഓൺലൈൻ മീഡിയക്കാരല്ലാതെ എയർപോർട്ടിൽ നിന്ന് കാണുന്ന ആളുകൾ പോയി സംസാരിക്കുമ്പോൾ പോലും പുള്ളി ഒഴിഞ്ഞു മാറുക. പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അടുത്തൊന്നും എനിക്കൊരു കാര്യം, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. പുള്ളി ലൈഫിൽ ഇങ്ങനെയാണ്. പുള്ളിക്ക് അധികം ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാനോ പുള്ളിക്കൊരു പേടിയോ ചമ്മലോ എന്തൊക്കെയോ ഉണ്ട്. ഇനി പുള്ളി പറയുന്നുണ്ടായിരുന്നല്ലോ, പുള്ളി ഫ്ലൈറ്റിൽ വരത്തില്ല, പുള്ളി വല്ല ട്രെയിനിലേ വരത്തുള്ളൂ, പുള്ളിക്ക് ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ ഫേസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പ്രിപ്പറേഷൻ വേണം. പുള്ളി ആ പറഞ്ഞത് കള്ളമൊന്നുമല്ല, സത്യമാണ്. പുള്ളിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ആൾക്കാർ ഞാൻ നേരത്തെ കാണിച്ചാണ് അനുമോള് ജയിച്ചാൽ എന്ത് പറയണമെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കൊന്നും മിണ്ടാൻ പറ്റാതെ പുള്ളി അങ്ങ് പോവുക. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരിനി വേറെ വല്ലതും ആക്കിയാലോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. ഒന്നത് നല്ലൊരു കാര്യമാണ് അങ്ങനെ പുള്ളി ഒന്നും മിണ്ടാതൊക്കെ പോകുന്നത്. എന്തെങ്കിലും ഇനി വായിന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു, പിടികിട്ടിയില്ലേ? എന്താണെങ്കിലും പുള്ളി വന്നപ്പോഴും ആഘോഷമായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. നെവിൻ വന്നപ്പോൾ മറ്റേ ഡ്രാക്കുളയ്ക്കകത്ത് അഭിനയിച്ച മറ്റേ ചേട്ടനുണ്ടല്ലോ ഇവിടെ, നെവിൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിയാണ് സ്വീകരിക്കാനൊക്കെ വന്നത് കേട്ടോ. നെവിനും ഇനി അങ്ങോട്ട് മുന്നോട്ട് നല്ല ദിവസങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഈ സീസൺ കഴിഞ്ഞു, നാളെ തൊട്ട് നമ്മുടെ സോഷ്യൽ റിലവൻറ്റ് കോണ്ടന്റുകൾ ഇങ്ങനെ വരും കേട്ടോ. എല്ലാവരും അതും കൂടി ഒന്ന് കാണണേ പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ അത് കാണാനും ലൈക്ക് ഇടാനും. ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ അതൊക്കെ കാണുമ്പോഴും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ. കൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാം ലൈക്ക് അടിച്ചു. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ, അതിനും നിങ്ങൾ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തോ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊരു, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ മാത്രമല്ല സോഷ്യൽ റൗണ്ട് വരുമ്പോൾ അതിനകത്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ വിലയുണ്ട്, നിങ്ങൾ പറയുക.
ഞാൻ വായിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.